വെൽക്കം ബാക്ക് മൈ ചാനൽ. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിത്തീയലാണ്. അതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറിയ ഉള്ളി വൃത്തിയാക്കി കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കറിവേപ്പില, പച്ചമുളക് കൂടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വറക്കാനുള്ള തേങ്ങ, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി വറുത്ത് പൊടിച്ചതാണ്. തേങ്ങ വറുത്ത് ഓഫായതിന് ശേഷം നമ്മളതിലിട്ട് മിക്സ് ചെയ്താൽ മതി. പിന്നെ മഞ്ഞൾപ്പൊടി, ജീരകം, ഉലുവ, പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കടുക്, വറ്റൽമുളക്, 2 അല്ലി വെളുത്തുള്ളി, ഉപ്പ്, വെളിച്ചെണ്ണ, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തേങ്ങ വറക്കാം. ഉലുവ, ജീരകം ഇട്ടു, പൊട്ടി വരുമ്പോൾ തേങ്ങ ഇട്ടു. നമുക്ക് തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അധികം കരിഞ്ഞു പോകാതെ എടുക്കണം. ചെറുതീയിലാണ്, സിമ്മിലാണ് വറക്കുന്നത്. തേങ്ങ വറുത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ശേഷം തീ ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കോരി മാറ്റാം. കടുകിട്ടു. അരയ്ക്കാനുള്ള തേങ്ങ മിക്സിയിലെ ജാറിലോട്ട് മാറ്റി. അതേ ചീനച്ചട്ടി തന്നെയാണ് ഉണ്ടാക്കുന്നത്. സിമ്മിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി വറ്റൽ മുളകിടാം, കറിവേപ്പില ഇടാം, 2 കഷ്ണം പച്ചമുളക്. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇടാം. ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പുപൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് പുളിവെള്ളം കൂടെ ഒഴിച്ച് അടച്ചു വെച്ച് ഒന്നുകൂടെ വഴന്ന് വരട്ടെ. ഇനി നമുക്ക് തേങ്ങ അരച്ച് വെച്ചതൊഴിച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇളക്കി കൊടുക്കാം. കുറുകിയ ചാറോടുകൂടിയുള്ള നമ്മുടെ ഉള്ളിത്തീയൽ റെഡിയായി കഴിഞ്ഞു. ഒരല്പം വെള്ളം കൂടെ മിക്സിക്കകത്ത് മാത്രം ഒഴിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഞാൻ നേരത്തെ ചേർത്ത് ബാക്കി ഇപ്പോൾ ചേർത്തു. വളരെ സ്വാദിഷ്ടമായ ഉള്ളിത്തീയൽ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് തന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.